ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നോമ്പ് കാലത്തിൽ നാം അനുഷ്ഠിക്കേണ്ട ആധ്യാത്മിക വ്യായാമത്തിൻ്റെ മൂന്നാമത്തെ ഘടകത്തെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. നാം എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഉണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യക്കാർക്ക് 1 ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിലും 6-ാം അധ്യായം 19-ാമത്തെ വചനത്തിലും ഇപ്രകാരം പഠിപ്പിക്കുന്നു: നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവാത്മാവ് നിങ്ങളിൽ കുടികൊള്ളുന്നു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ കുടികൊള്ളുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിലുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ സമയാസമയങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കേണ്ടതും അഭിഷേകത്തിൽ വളരേണ്ടതും കൃപകളെ വർദ്ധിപ്പിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണ് നമ്മൾ ആധ്യാത്മികമായി വളരുന്നത്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പൗലോസ് തിമോത്തിയോസിനെ ഉപദേശിക്കുന്നു: എൻ്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. തീഷ്ണതയിൽ ജ്വലിച്ചിരുന്ന ശ്രേഷ്ഠനായ ഒരു ശിഷ്യനായിരുന്നു തിമോത്തിയോസ്. എന്നിട്ടും പൗലോസ് പറയുകയാണ്, നിന്റെ അഭിഷേകത്തെ നീ ഉജ്ജ്വലിപ്പിക്കണം. എൻ്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരത്തെ നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. അങ്ങനെയെങ്കിൽ സാധാരണ ബലഹീനരായ നമ്മൾ നമ്മുടെ അഭിഷേകത്തെ എന്തുമാത്രം നാം ഉജ്ജ്വലിപ്പിക്കണം. സമയങ്ങളിൽ ഈ അഭിഷേകത്തെ നമ്മൾ വർദ്ധിപ്പിക്കണം. കൃപാവരങ്ങളെ ഉപയോഗിക്കണം. കൃപാവരങ്ങളിൽ നമ്മൾ നിരന്തരം വർദ്ധിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വ്യായാമമായി മാറണം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 14-15 വചനങ്ങളിൽ തിമോത്തിയോസിനോട് പറയുന്നു: നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരം അവഗണിക്കരുത്, മറിച്ച് അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ കൃപാവരത്തിൽ നീ വർദ്ധിക്കണം. എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടവരണം. ആധ്യാത്മികമായി വളർച്ച പ്രാപിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ഈ നോമ്പുകാലത്തിൽ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. ഈ അഭിഷേകത്തിൽ നമ്മൾ വളരണം. വീണ്ടും വീണ്ടും ആത്മാവിൻ്റെ വരദാനങ്ങൾ നമ്മൾ നേടിയെടുക്കണം. അപ്പസ്തോലന്മാർ പെന്തക്കോസ്താ തിരുനാൾ ദിവസം ശക്തമായ അഭിഷേകം നേടിയവരായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ ഈ സംഭവത്തെക്കുറിച്ച് നാം വായിക്കുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിൽ 23 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ പത്രോസും യോഹന്നാനും കൂട്ടരും വീണ്ടും ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ, ശക്തി പോരാ എന്ന് തോന്നിയപ്പോൾ അവർ വീണ്ടും ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 31-ാമത്തെ വചനം പറയുന്നു: പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് അവരെല്ലാവരും നിറഞ്ഞു. അവർ പൂർണ്ണ ധൈര്യത്തോടെ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പസ്തോലന്മാർ പെന്തക്കോസ്താ തിരുനാൾ ദിവസം ലഭിച്ച അഭിഷേകം കൊണ്ട് ജീവിതാവസാനം വരെ ജീവിക്കുകയല്ല ചെയ്തത്, മറിച്ച് സമയാസമയങ്ങളിൽ ആ അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിച്ചു കൊണ്ടിരുന്നു. ശക്തി ചോർന്നു പോകുന്നു എന്ന് തോന്നിയപ്പോൾ വീണ്ടും അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ നമ്മളും അത് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു വ്യായാമമായി മാറണം. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ സാധിക്കുന്ന രീതിയിലെല്ലാം ഉജ്ജ്വലിപ്പിക്കുവാനും അഭിഷേകത്തിൽ വളരുവാനും കൃപാവരങ്ങളെ വർദ്ധിപ്പിക്കാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.